ശ്രീകൃഷ്ണന്റെ 8 പ്രധാന പത്നിമാരായ അഷ്ടഭാര്യമാരിൽ ഒരാളാണ് ജാമ്പവതി. ത്രേതായുഗത്തിൽ ശ്രീരാമന്റെ ഭക്തനായിരുന്ന കരടികളുടെ രാജാവായ ജാമ്പവാന്റെ മകളാണിവർ. ഈ വിവാഹത്തിന് പിന്നിൽ സ്യമന്തകരത്നവുമായി ബന്ധപ്പെട്ട വളരെ പ്രശസ്തമായ ഒരു കഥയുണ്ട്. ദ്വാരകയിൽ സത്രാജിത്ത് എന്ന യാദവ പ്രമാണിക്ക് സൂര്യദേവനിൽ നിന്ന് അത്ഭുതകരമായ സ്യമന്തകരത്നം ലഭിച്ചു. ദിനംപ്രതി സ്വർണം നൽകുന്ന ഈ രത്നം രാജ്യത്തിന് ഗുണകരമാകുന്നതിനായി ഉഗ്രസേന രാജാവിന് നൽകാൻ കൃഷ്ണൻ അഭ്യർത്ഥിച്ചെങ്കിലും സത്രാജിത്ത് അത് നിരസിച്ചു. ഒരിക്കൽ സത്രാജിത്തിന്റെ സഹോദരൻ പ്രസേനജിത്ത് ഈ രത്നവും ധരിച്ച് കാട്ടിലേക്ക് വേട്ടയാടാൻ പോയി. അവിടെ വെച്ച് ഒരു സിംഹം പ്രസേനജിത്തിനെ കൊല്ലുകയും രത്നം തട്ടിയെടുക്കുകയും ചെയ്തു. എന്നാൽ ആ സിംഹത്തെ ജാമ്പവാൻ വധിക്കുകയും രത്നം തന്റെ ഗുഹയിലേക്ക് കൊണ്ടുപോയി കുട്ടികൾക്ക് കളിക്കാനായി നൽകുകയും ചെയ്തു. പ്രസേനജിത്ത് തിരിച്ചെത്താത്തതിനെ തുടർന്ന് രത്നത്തിനു വേണ്ടി കൃഷ്ണൻ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്ന് സത്രാജിത്ത് ആരോപിച്ചു. ഈ അപവാദം മാറ്റാനായി കൃഷ്ണൻ രത്നം അന്വേഷിച്ച് കാട്ടിലേക്ക് പോയി. അന്വേഷണത്തിനൊടുവിൽ കൃഷ്ണൻ ജാമ്പവാന്റെ ഗുഹയിൽ എത്തിച്ചേർന്നു. അവിടെ അപരിചിതനായ ഒരാളെ കണ്ട ജാമ്പവാൻ കൃഷ്ണനുമായി യുദ്ധം ആരംഭിച്ചു. നീണ്ട 28 ദിവസത്തോളം ആ യുദ്ധം തുടർന്നു. ഒടുവിൽ തന്നോട് ഏറ്റുമുട്ടുന്നത് സാധാരണ മനുഷ്യനല്ലെന്നും അത് താൻ ത്രേതായുഗത്തിൽ ആരാധിച്ചിരുന്ന സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ തന്നെയാണെന്നും ജാമ്പവാൻ തിരിച്ചറിഞ്ഞു. ഭക്തിയോടെ ജാമ്പവാൻ കൃഷ്ണനെ വണങ്ങുകയും സ്യമന്തകരത്നത്തോടൊപ്പം തന്റെ മകളായ ജാമ്പവതിയെയും കൃഷ്ണന് വിവാഹം ചെയ്തു നൽകുകയും ചെയ്തു. അങ്ങനെ ജാമ്പവതി ശ്രീകൃഷ്ണന്റെ പത്നിയായി ദ്വാരകയിലെത്തി. ഇവർക്ക് ശിവന്റെ അനുഗ്രഹത്താൽ സാമ്പൻ എന്നൊരു പുത്രനും ജനിച്ചു.